എല്ലാവർക്കും നമസ്കാരം. ഓരോ മനുഷ്യനും നിരന്തരം കർമ്മം ചെയ്യുകയാണ്. എന്നാൽ വേദാന്തം വളരെ അത്ഭുതകരമായ ഒരു കാര്യം പറയുന്നു. രണ്ട് ആളുകൾ ഒരേ കർമ്മം ചെയ്യാം. എന്നാൽ ഒരാൾ ആ കർമ്മത്തിൽ ബന്ധിക്കപ്പെടുന്നു, മറ്റേ ആൾ അതേ കർമ്മത്തിലൂടെ മോചനത്തിലേക്ക് പോകുന്നു. ഇത് എങ്ങനെ സാധിക്കും? ബന്ധനം സൃഷ്ടിക്കുന്നത് കർമ്മമാണോ അതോ കർമ്മം ചെയ്യുന്ന മനോഭാവമാണോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയമാണ്. ആരാണ് കർമ്മി, ആരാണ് കർമ്മയോഗി? പ്രിയമുള്ളവരെ, നമ്മുടെ കർമ്മ ആൻഡ് ഫ്രീഡം എന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ 6ാമത്തെ വീഡിയോ ആണിത്. കർമ്മവും കർമ്മനിയമവും വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണ്. നമ്മൾ അതിനെ ഘട്ടം ഘട്ടമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോകൾ കാണാത്തവർ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നാം എന്ത് കർമ്മം ചെയ്യുന്നു എന്നതിലുപരി എന്ത് മനോഭാവത്തിലാണ് നാം കർമ്മം ചെയ്യുന്നത് എന്നതാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ശാസ്ത്രത്തിൽ പറയുന്ന കർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ മുൻപിലുള്ള വീഡിയോകളിൽ എല്ലാം പ്രതിപാദിച്ച വിഷയമാണിത്. ഒരു കർമ്മം 7 തരത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. ഇതിൽ ഓരോന്നിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ ആദ്യം കായിക കർമ്മ, വാചിക കർമ്മ, മാനസിക കർമ്മയെക്കുറിച്ച് മനസ്സിലാക്കി. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട സഞ്ചിത കർമ്മ, പ്രാരബ്ധ കർമ്മ, ആഗാമി കർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കർത്തവ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള 5 കർമ്മങ്ങളെയാണ്. നമുക്ക് ഈ കർമ്മങ്ങൾ ഏതാണെന്ന് നോക്കാം. മനുഷ്യ ജീവിതത്തിലെ 5 കർമ്മങ്ങൾ. ആരാണ് കർമ്മി, ആരാണ് കർമ്മയോഗി എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഓരോ മനുഷ്യനും ജീവിതത്തിൽ ചെയ്യുന്ന 5 പ്രധാന കർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സത്യത്തിൽ ഈ കർമ്മങ്ങൾ നമ്മുടെ പുരാതന കർമ്മ വ്യവസ്ഥ, അതായത് വൈദിക കർമ്മ വ്യവസ്ഥ, വേദത്തിന്റെ കർമ്മകാണ്ഡത്തിൽ വരുന്നതാണ്. വേദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇത് വിശദമായി നോക്കാം. ഈ കർമ്മങ്ങളാണ് നമ്മുടെ സമൂഹത്തിന്റെയും കുടുംബങ്ങളുടെയും ക്രമം നിലനിർത്തുന്നത്. ഇത് നമ്മുടെ വ്യക്തിപരമായ ക്രമം നിലനിർത്താൻ, നമ്മുടെ കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥയും ക്രമവും നിലനിർത്താൻ വേണ്ടി, നമ്മുടെ സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയും ക്രമവും നിലനിർത്താൻ വേണ്ടി, അവസാനമായി നമ്മളെ ആത്മീയ വളർച്ചയിലേക്ക് എത്തിക്കാനാണ് സഹായിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ശാസ്ത്രം പറയുന്ന ആ 5 കർമ്മങ്ങൾ ഏതാണെന്ന് നോക്കാം. ആദ്യത്തേത് നിത്യ കർമ്മം. നമ്മൾ ദിവസേന നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങളാണിത്. അടുത്തത് നൈമിത്തിക കർമ്മം, പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ. അടുത്തത് കാമ്യ കർമ്മം, ഒരു പ്രത്യേക ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അടുത്തത് നിഷിദ്ധ കർമ്മം, ശാസ്ത്രം പറയുന്ന ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ. അവസാനമായി പ്രായശ്ചിത്ത കർമ്മം, സ്വയം ശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളാണിത്. ഇനി നമുക്ക് ഇവ ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തേത് നിത്യകർമ്മം. നിത്യകർമ്മം എന്നത് നിത്യേന നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങളാണ്. ഉദാഹരണത്തിന് കുടുംബത്തിന്റെ പരിപാലനം, പ്രാർത്ഥന, സത്യസന്ധമായ ഉപജീവനം, വ്യക്തിപരമായ അച്ചടക്കം, ആത്മീയ അഭ്യാസം എല്ലാം ഇതിൽ വരുന്നതാണ്. പുരാതന കാലങ്ങളിൽ നിത്യവും ചെയ്യേണ്ടുന്ന ഒരു വൈദിക കർമ്മമായിരുന്നു സന്ധ്യാവന്ദനം. ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മുടെ ഉപജീവനത്തിന് ആവശ്യമായ കർമ്മങ്ങൾ, കുടുംബ പരിപാലനത്തിന് ആവശ്യമായ കർമ്മങ്ങൾ, അങ്ങനെ എല്ലാം വരുന്നു. നമ്മുടെ നിത്യകർമ്മങ്ങളാണ് ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത്. ആത്മീയ വളർച്ച നേടുന്നതിന് ആവശ്യമായ കർമ്മങ്ങളും നാം നിത്യേന ചെയ്യണം. എന്നാൽ ചില കർമ്മങ്ങൾ നമുക്ക് എന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം മതി. അതാണ് അടുത്ത കർമ്മം, നൈമിത്തിക കർമ്മം. നൈമിത്തിക കർമ്മം എന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങളാണ്. ഉദാഹരണത്തിന് മരണാനന്തര ഉത്തരവാദിത്വങ്ങൾ, പുരാതന കാലത്തുള്ള ശ്രാദ്ധം, യുദ്ധത്തിന് പോകുക എല്ലാം നൈമിത്തിക കർമ്മമാണ്. രോഗാവസ്ഥയിലായ ആളുകളുടെ പരിചരണം, ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ശാസ്ത്രങ്ങൾ എത്ര സൂക്ഷ്മമായിട്ടാണ് ഒരു മനുഷ്യ ജീവിതത്തെ പഠിക്കുകയും അതിന് ആവശ്യമായ കർമ്മങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതെന്ന് നോക്കൂ. ഒരു മനുഷ്യന്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് വ്യക്തമായി മാർഗനിർദ്ദേശം നൽകുന്നതാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ ചെയ്യുന്നത്. ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്നെ അർജുനന്റെ നൈമിത്തിക കർമ്മം ചെയ്യുന്ന സാഹചര്യവുമായിട്ടാണ്. അടുത്തതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം, അതാണ് കാമ്യകർമ്മം.
നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കർമ്മമാണ് ഇത്. കാമം എന്ന വാക്കിന് ആഗ്രഹം എന്നാണ് ഇവിടെ അർത്ഥം. ഒരു പ്രത്യേക ഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് കാമ്യ കർമ്മം. ഉദാഹരണത്തിന് പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ വിജയം ആഗ്രഹിച്ച് അല്ലെങ്കിൽ സുഖം ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, ഇതെല്ലാം കാമ്യ കർമ്മത്തിൽ വരുന്നതാണ്. ഇങ്ങനെ കർമ്മം ചെയ്യുന്നതിനെ നമ്മുടെ ശാസ്ത്രം ഒരിക്കലും വിമർശിക്കുന്നില്ല. നമുക്കറിയാം, പുരാതന കാലത്ത് ഇതിനുള്ള ഉദാഹരണങ്ങളാണ് പുത്രകാമേഷ്ടി യാഗം എന്ന കർമ്മം. ഒരു പുത്രൻ ജനിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന കർമ്മമാണിത്. അതുപോലെ അശ്വമേധയാഗം, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കാമ്യകർമ്മത്തിന് പുരാതന കാലത്തുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ആരംഭിക്കുന്നത് ആഗ്രഹത്തോടുള്ള ആസക്തി ശക്തമാകുമ്പോഴാണ്. അപ്പോൾ കാമ്യകർമ്മം ഒരു ബന്ധനമായി മാറുന്നു. പ്രശ്നം കർമ്മമല്ല, മറിച്ച് കർമ്മഫലത്തോടുള്ള ആശ്രയത്വമാണ്. ഇനി നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് അടുത്ത കർമ്മം. നിഷിദ്ധ കർമ്മം എന്നത് അധാർമികവും നിരോധിക്കപ്പെട്ടതുമായ കർമ്മങ്ങളാണ്. ഉദാഹരണത്തിന് വഞ്ചന, അഴിമതി, ആളുകളെ കബളിപ്പിക്കൽ, ഹിംസ, കള്ളത്തരം എന്നിവ. പ്രിയമുള്ളവരെ, നമ്മുടെ ശാസ്ത്രങ്ങൾ അധാർമികമായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും ശക്തമായി എതിർക്കുന്നു. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഇത്തരം നിഷിദ്ധ കർമ്മങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൂടി വന്നാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ സമൂഹത്തിലെ സമാധാന അന്തരീക്ഷം, ശാന്തമായ അന്തരീക്ഷം തകർക്കപ്പെടാം. വീട്ടിലെ സമാധാനവും എന്തിന് വ്യക്തിപരമായ സമാധാനവും ശാന്തിയും ഇല്ലാതാകുന്നു. ഇത്തരം കർമ്മങ്ങൾ ശക്തി പ്രാപിച്ചാൽ നമ്മുടെ ക്രോധം, അഹങ്കാരം, സ്വാർത്ഥത, ആർത്തി, ആസക്തി ഇതെല്ലാം കൂടിക്കൂടി വരുന്നു. അതിന്റെ ചലനങ്ങൾ സമൂഹത്തിലും സംഭവിക്കുന്നു. അപ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന ഈ അശാന്തിക്കും അക്രമത്തിനും എല്ലാം കാരണം നിഷിദ്ധ കർമ്മങ്ങളുടെ വർധന ആണ്. അധാർമികമായ ഒരു ജീവിതം ഒഴിവാക്കാൻ നമ്മുടെ ശാസ്ത്രങ്ങൾ എപ്പോഴും വളരെ ശക്തമായി പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത കർമ്മം നോക്കാം. ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അതിനുവേണ്ടി നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നതാണ് അടുത്ത കർമ്മം, പ്രായശ്ചിത്ത കർമ്മം. പ്രായശ്ചിത്ത കർമ്മം എന്നാൽ തെറ്റുകൾ തിരുത്തുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഉദാഹരണത്തിന് ആത്മാർത്ഥമായി നാം ചെയ്യുന്ന പശ്ചാത്താപം, ദാനം, സേവ, പ്രാർത്ഥന, ആത്മനിയന്ത്രണം എല്ലാം ഇതിൽ വരും. മനുഷ്യന് തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ ആ തെറ്റുകൾ നമ്മുടെ ജീവിതത്തെ ശാശ്വതമായി നശിപ്പിക്കാൻ അനുവദിക്കരുത്. വളരെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മുടെ ഇതിഹാസങ്ങളിലുണ്ട്. രാമായണത്തിൽ രാമരാവണ യുദ്ധത്തിന് ശേഷം രാമൻ പ്രായശ്ചിത്ത കർമ്മം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ പ്രായശ്ചിത്തം അകത്തുള്ള പരിവർത്തനമാണ്. ഇനി ഈ കർമ്മത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. നമ്മളോട് ആരെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് ക്ഷമിക്കാനും പൊറുക്കാനും ചെയ്യുന്ന കർമ്മങ്ങളും പ്രായശ്ചിത്ത കർമ്മങ്ങളാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനുള്ള ഒരു മനോഭാവം വളർത്തിക്കൊണ്ടുവരണമെന്ന് വേദാന്തം പറയുന്നു. സത്യത്തിൽ പ്രായശ്ചിത്ത കർമ്മം അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഗുണം അല്ലെങ്കിൽ ഫലം ലഭിക്കുന്നത് നമുക്ക് തന്നെയാണ്. കാരണം നമ്മൾക്ക് അത് സ്വയം മനസ്സിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാൻ പോകുകയാണ്. 5 തരം കർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എല്ലാ മനുഷ്യരും അറിഞ്ഞോ അറിയാതെയോ ഈ കർമ്മങ്ങൾ നിത്യേന ചെയ്തു വരുന്നു. എന്നാൽ ഇവിടെ ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. 2 ആളുകൾ ഒരേ കർമ്മം ചെയ്യുന്നു. എന്നാൽ ഒരാൾ ആ കർമ്മത്തിനാൽ ബന്ധിക്കപ്പെടുന്നു, എന്നാൽ മറ്റേ ആൾ ആ കർമ്മത്തിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? കാരണം കർമ്മത്തിനു പിന്നിലുള്ള മനോഭാവമാണ് ഈ വ്യത്യാസം സൃഷ്ടിക്കുന്നത്. ആ മനോഭാവമാണ് 2 തരം ആളുകളെയും സൃഷ്ടിക്കുന്നത്. അതാണ് കർമ്മിയും കർമ്മയോഗിയും. ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കർമ്മം ചെയ്യുന്ന എല്ലാവരും കർമ്മികളാണ്. എന്നാൽ എല്ലാ കർമ്മികളും കർമ്മയോഗികളല്ല. ശരിയായ മനോഭാവത്തിൽ കർമ്മം ചെയ്യുന്നവരാണ് യഥാർത്ഥ കർമ്മയോഗികൾ. ഇനി നമുക്ക് ഒരു കർമ്മിയുടെയും കർമ്മയോഗിയുടെയും തമ്മിലുള്ള 5 പ്രധാന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ കർമ്മത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ മോചിതരാകും. ആദ്യത്തെ വ്യത്യാസം ഇതാണ്. ഒരു കർമ്മി എപ്പോഴും അഹങ്കാര ഭാവത്തോടെ കർമ്മം ചെയ്യുന്നു.
ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്, ഞാൻ എന്ന ഭാവം എപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ ഒരു കർമ്മയോഗി എപ്പോഴും അർപ്പണഭാവത്തോടെ കർമ്മം ചെയ്യുന്നു. അടുത്തത്, ഒരു കർമ്മി എപ്പോഴും തൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജോലികൾ എല്ലാം ചെയ്യുന്നു, പക്ഷെ എപ്പോഴും പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു കർമ്മയോഗി തൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഈശ്വര പ്രസാദമായി സ്വീകരിക്കുന്നു, സന്തോഷത്തോടെ ഈശ്വരന് വേണ്ടി എന്ന ഭാവത്തിൽ ചെയ്യുന്നു. ഒരു കർമ്മി താൻ ചെയ്യുന്ന കർമ്മഫലത്തിൽ എപ്പോഴും ആസക്തനായിരിക്കും. ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഒരു കർമ്മയോഗി തൻ്റെ കർമ്മത്തിന്റെ ഫലം ഈശ്വരന് സമർപ്പിക്കുന്നു. കാരണം ഒരു കർമ്മയോഗിക്ക് അറിയാം കർമ്മഫലം തരുന്നത് ഈശ്വരനാണെന്ന്. ഒരു കർമ്മി തൻ്റെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയും തൻ്റെ മനസ്സിന്റെ സുഖത്തിന് വേണ്ടിയും മാത്രം കർമ്മം ചെയ്യുന്നു. എന്നാൽ ഒരു കർമ്മയോഗി തൻ്റെ മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയും കർമ്മം ചെയ്യുന്നു. അവസാനമായി, ഇതിന്റെ എല്ലാം ഫലമായി ഒരു കർമ്മി എപ്പോഴും തൻ്റെ കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒരു കർമ്മയോഗി യഥാർത്ഥ മനോഭാവത്തോടെ കർമ്മം ചെയ്യുന്നതിനാൽ ഓരോ കർമ്മവും ശുദ്ധീകരിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഈ 5 വ്യത്യാസങ്ങൾ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കർമ്മിക്ക് ഏതൊരു കർമ്മവും, ഒരു നല്ല കർമ്മം പോലും ബന്ധനത്തിന് കാരണമാകുന്നു. എന്നാൽ ഒരു കർമ്മയോഗിക്ക് ഓരോ കർമ്മവും ആത്മീയ സാധനകളാകുന്നു. കർമ്മയോഗം എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഭഗവത്ഗീതയുടെ കേന്ദ്ര വിഷയമാണ്. ഭഗവാൻ കൃഷ്ണൻ ഏകദേശം 15 തരത്തിലുള്ള കർമ്മയോഗ മനോഭാവങ്ങളെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നമ്മൾ ഭാവിയിൽ വിശദമായ വീഡിയോകളിലൂടെ ചർച്ച ചെയ്യാം. ഒരു കർമ്മയോഗിക്ക് കുടുംബ പരിപാലനം എന്നത് ഒരു സേവനമായി മാറുന്നു. തൻ്റെ ജോലി എന്നത് ഒരു ആരാധനയായി മാറുന്നു. ജീവിതം എന്നത് ഒരു സാധനയായി മാറുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം. ഒരു കർമ്മിയെക്കുറിച്ചും കർമ്മയോഗിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. കർമ്മം ചെയ്യുമ്പോൾ ഈ 2 കൂട്ടരുടെയും മനസ്സിലുള്ള ഭാവങ്ങളും നമ്മൾ കണ്ടു. ഇനി ചോദ്യം ഇതാണ്: നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാനൊരു കർമ്മിയാണോ അതോ കർമ്മയോഗിയാണോ? സാധാരണയായി മിക്ക ആളുകളും ജീവിതം ആരംഭിക്കുന്നത് കർമ്മികളായിട്ടാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. അത് സ്വാഭാവികമാണെന്ന് വേദാന്തം പറയുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ആദ്യം നാം പ്രവർത്തിക്കുന്നത് നമ്മുടെ വിജയത്തിനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയാണ്. പക്ഷെ ആത്മീയത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പതുക്കെ ഒരു കർമ്മയോഗിയായി മാറുന്നു. അപ്പോൾ ജീവിതം തന്നെ മനോശുദ്ധിക്കുള്ള ഒരു മാർഗമായി മാറുന്നു. ഈ പരിവർത്തനമാണ് ആന്തരിക സ്വാതന്ത്ര്യത്തിന്റെ തുടക്കം. കർമ്മയോഗത്തിലേക്ക് നമ്മളെ ഭഗവത്ഗീത നയിക്കുന്നു. എന്നാൽ ഭഗവത്ഗീത പറയുന്നത് കർമ്മയോഗത്തിനപ്പുറവും ഒരു ഉയർന്ന അവസ്ഥ ഉണ്ടെന്നാണ്. കർമ്മയോഗം എന്നത് നമ്മുടെ ഒരു മാർഗം മാത്രമാണ്, എന്നാൽ നമ്മുടെ ലക്ഷ്യം അതല്ല. അപ്പോൾ എന്താണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം? നമുക്ക് നോക്കാം. കർമ്മയോഗത്തിനപ്പുറമുള്ള ഒരു ഉയർന്ന അവസ്ഥയാണ് ആത്മജ്ഞാനം നേടിയ ഒരു ജ്ഞാനിയുടെ അവസ്ഥ. അതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ എല്ലാവരും ജീവിതം ആരംഭിക്കുന്നത് കർമ്മികളായിട്ടാണ്. ആത്മീയത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർമ്മം ചെയ്യുമ്പോഴുള്ള നമ്മുടെ മനോഭാവത്തിൽ പരിവർത്തനം സംഭവിക്കുന്നു. കർമ്മങ്ങളെല്ലാം യജ്ഞങ്ങളായി മാറുന്നു. ജീവിതം തന്നെ ഒരു ആത്മീയ സാധനയായി മാറുന്നു. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പതുക്കെ വളർന്നു വരുന്നു. എന്നാൽ ഒരു കർമ്മയോഗിയും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഏറ്റവും ഉയർന്ന അവസ്ഥ ഒരു ജ്ഞാനിയുടേതാണ്. ആത്മജ്ഞാനം നേടിയ ഒരു ജ്ഞാനി ആഴത്തിലുള്ള ഒരു സത്യം തിരിച്ചറിയുന്നു. എൻ്റെ ശരീരവും മനസ്സുമാണ് കർമ്മം ചെയ്യുന്നത്. ഞാൻ എന്ന യാഥാർത്ഥ്യം ശുദ്ധ ചൈതന്യമാണ്. അത് ഒരു കർമ്മവും ചെയ്യാത്ത അകർത്ത ആണ് എന്ന് തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവിലാണ് ഒരു ജ്ഞാനി കർമ്മം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു കർമ്മി കർമ്മം ചെയ്യുന്നത് അഹങ്കാര ഭാവത്തോടു കൂടിയാണ്. ഐ ആം ഡൂയിങ് ഓൾ ദ ആക്ഷൻസ്. ഒരു കർമ്മയോഗി കർമ്മം ചെയ്യുന്നത് അർപ്പണ മനോഭാവത്തോടു കൂടിയാണ്. ഐ ആം ഓഫറിംഗ് ഓൾ ആക്ഷൻ ടു ഈശ്വര. എന്നാൽ ഒരു ജ്ഞാനി കർമ്മം ചെയ്യുന്നത് ഞാനല്ല, മറിച്ച് എൻ്റെ ശരീരവും മനസ്സും കർമ്മം ചെയ്യുന്നു. ഞാൻ വെറും സാക്ഷി മാത്രമാണ്, അകർത്താവാണ് എന്ന ഭാവത്തിലാണ്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതാണ് മോക്ഷം.
അതാണ് ഭഗവത്ഗീതയുടെയും വേദാന്തത്തിന്റെയും പരമമായ ദർശനം. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഇത് വളരെ മനോഹരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോകം ഇതാണ്: പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് കർമാണി സർവശഃ, എല്ലാ കർമ്മങ്ങളും, ക്രിയമാണാനി ചെയ്യുന്നത്, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ആരാണ്? പ്രകൃതേ ഗുണൈ, പ്രകൃതിയാണ്, പ്രകൃതിയിലെ ഗുണങ്ങളാണ്. അടുത്തത് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ അഹങ്കാര വിമൂഢാത്മാ എന്ന് പറയുന്നു. വിമൂഢൻ എന്ന വാക്കിന് ജ്ഞാനം ഇല്ലാത്തവൻ, ഇഗ്നറന്റ് എന്നാണ് അർത്ഥം. യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത വ്യക്തി അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയ ഒരു വ്യക്തി എന്നാണ് അർത്ഥം. അപ്പോൾ അജ്ഞാനികളായ ആളുകൾ എന്ത് ധരിക്കുന്നു? കർത്താഹം ഇതി മന്യതേ, അഹം ഞാൻ, കർത്ത ചെയ്യുന്നു, ഇതി മന്യതേ ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നു. ആരാണ് ചിന്തിക്കുന്നത്? ഇവിടെ അജ്ഞാനികളാണ് ചിന്തിക്കുന്നത്. എന്നാൽ ജ്ഞാനികൾക്കറിയാം കർമ്മം ചെയ്യുന്നത് പ്രകൃതിയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പ്രകൃതി എന്നാൽ നിങ്ങളുടെ ശരീരവും മനസ്സുമാണ്. നമ്മൾ ഭാവിയിൽ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ പ്രകൃതി പുരുഷൻ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ പ്രകൃതി എന്നാൽ നിങ്ങളുടെ മനസ്സും ശരീരവുമാണെന്ന് അറിയുക. ഒരു കർമ്മി പറയുന്നത് ഐ ആം ഡൂയിങ് ആക്ഷൻ. ഒരു കർമ്മയോഗി പറയുന്നത് ഐ ആം ഓഫറിങ് ആക്ഷൻ. എന്നാൽ ഒരു ജ്ഞാനി പറയുന്നത് ഐ ആം ഫ്രീ ഫ്രം ആക്ഷൻ എന്നാണ്. ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ കൃഷ്ണൻ ഇത് വ്യക്തമായി പറയുന്നു. ജ്ഞാനിയായ ഒരാൾ കർമ്മം പ്രകൃതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അജ്ഞാനിയായ ഒരാൾ കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുകയാണ്. വേദാന്തം പറയുന്നത് കർമ്മം എന്നത് ഒഴിവാക്കാനാവില്ല, അത് ഓരോ മനുഷ്യനും ചെയ്തേ മതിയാകൂ. എന്നാൽ നമ്മുടെ മനോഭാവമാണ് ചെയ്യുന്ന കർമ്മങ്ങൾ ബന്ധനമാണോ മോചനമാണോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു കർമ്മി കർമ്മത്തിൽ ബന്ധിക്കപ്പെടുന്നു, ഒരു കർമ്മയോഗി കർമ്മത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു. ഒരു ജ്ഞാനിയാകട്ടെ കർമ്മത്തിൽ നിന്ന് തന്നെ ഞാൻ സ്വതന്ത്രനാണെന്ന് തിരിച്ചറിയുന്നു. വേദാന്തത്തിന്റെയും ഭഗവത്ഗീതയുടെയും ജ്ഞാനം നിങ്ങളെ കർമ്മബന്ധത്തിൽ നിന്ന് സ്വതന്ത്രരാക്കട്ടെ, നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കട്ടെ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർമ്മയോഗത്തിന്റെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.